ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 31-32 തിരുലിഖിതങ്ങൾ. ശിമയോൻ, ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിങ്ങളുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്തണം എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ആത്മവഞ്ചന അരുത് എന്നതിനെ കുറിച്ചാണ്. കൊറിന്തോസാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 18-ാമത്തെ തിരുലിഖിതം. ആരും ആത്മവഞ്ചന ചെയ്യാതിരിക്കട്ടെ. ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് തന്നെ തന്നെ ഭോഷനാക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അനേകം വ്യക്തികളുടെ മേൽ സാത്താൻ തൻ്റെ കൗശലത്തെ പ്രയോഗിക്കുകയാണ്. അങ്ങനെ അനേകരെ സാത്താൻ കബളിപ്പിച്ച് നിത്യരക്ഷയിൽ നിന്ന് ഇതാ കൂട്ടം കൂട്ടമായി നിത്യനാശത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇന്നീ മണിക്കൂറിൽ സാത്താൻ്റെ എല്ലാ കൗശലങ്ങളും തകർക്കാനുള്ള അത്ഭുത അഭിഷേക ശക്തി നമ്മൾ ഓരോരുത്തരുടെ മേലും നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, ഈ വചന ശുശ്രൂഷ നടക്കുമ്പോൾ വെറും ഒരാശയം മാത്രം, ദൈവരാജ്യത്തിൻ്റെ ശക്തി ആ വചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കും. ഒരു വ്യക്തിയുടെ അനുഭവം ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ബെറ്റ്സി, വീട് പുതുക്കാട്. 2000-ലാണ് ഞാൻ MCA പാസ്സായത്. 2005 കമ്പ്യൂട്ടർ സയൻസിൽ MPhilഉം പാസ്സായി. അത് കഴിഞ്ഞ് 10-11 വർഷമായിട്ട് സ്ഥിരമായിട്ട് ജോലി കിട്ടിയിരുന്നില്ല. പല കോളേജുകളിലും ഗസ്റ്റ് ലെക്ചററായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. UGC നെറ്റ് പരീക്ഷ, അതാണ് അധ്യാപകർക്കുള്ള യോഗ്യതാ പരീക്ഷ, അത് പല പ്രാവശ്യം എഴുതിയിട്ടും ജയിച്ചില്ല. 2010 ഡിസംബറിൽ നന്നായി പഠിച്ചെഴുതി. അപ്പം എല്ലാവരും ജയിക്കുന്നു പ്രതീക്ഷിച്ചു, ജയിച്ചില്ല. എല്ലാവർക്കും വിഷമായി. എല്ലാവരും പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് എൻ്റെ ഭർത്താവിൻ്റെ അമ്മ, ഞാനും എല്ലാ ഞായറാഴ്ചയും അഭിഷേകാഗ്നി പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മ പ്രത്യേകമായിട്ട് സാക്ഷ്യം, ജയിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥിരജോലി കിട്ടുകയോ ചെയ്താൽ സാക്ഷ്യം പറയാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ കഴിഞ്ഞ 2011 ജൂണിലാണ് പരീക്ഷ നടന്നത്. ഡിസംബർ 1 റിസൾട്ട് വന്നു. ഇന്ത്യയിൽ നിന്ന് 8 പേരാണ് കമ്പ്യൂട്ടർ സയൻസിൽ പാസ്സായത്. കേരളത്തിൽ നിന്ന് വെറും 2 പേര് പാസ്സായി. അതിലൊരാള് ഞാനായിരുന്നു. അത്ഭുത വിജയം കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ച്. ഹല്ലേലൂയ. ഇതിനു മുമ്പ് പലതവണ പരീക്ഷ എഴുതിയായിരുന്നല്ലേ? നേരത്തെ കുറച്ച് തവണ എഴുതിയതാണ്. 8ാമത്തെ പ്രാവശ്യമാണ് ഞാൻ പരീക്ഷ ജയിച്ചത്. ഡിസംബർ 1 റിസൾട്ട് അറിഞ്ഞു. അപ്പൊ തന്നെ ഒരു കോളേജിൽ ഓൾറെഡി കോൾ ഫോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി 13 തൃശ്ശൂര് തന്നെ ഒരു കോളേജിൽ ഒറ്റ പൈസ പോലും കെട്ടിവെക്കാതെ ഒരു സ്ഥിര ജോലി കിട്ടി. ജോലിയും കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു. നോക്ക്, വിശ്വാസത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുത്തത്. 8ാം തവണ അമ്മ പറഞ്ഞു, നമുക്ക് ഒരു യേശുവിനോട് പ്രാർത്ഥിക്കാം. അഭിഷേകാഗ്നി ടെലിവിഷനിൽ നടക്കുമ്പോൾ വചനമാണ്, ദൈവവചനമാണ്. ഈ വചനത്തിന്റെ പ്രത്യേകത, നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് കർത്താവ് വചനം അയക്കുന്നത്. ആ വചനം വന്ന് കർത്താവ് കുടുംബത്തിന് തടസ്സം മാറ്റും. അവര് വചനം കേട്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒറ്റ നേർച്ച നേർന്നു സാക്ഷ്യപ്പെടുത്താം. കർത്താവ് ഇടപെടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ട് പോയി പരീക്ഷ എഴുതി. ഇന്ത്യയിൽ നിന്ന് ആ ഒരു വിഷയത്തിൽ ആ പരീക്ഷയിൽ 8 പേര് ജയിച്ചു. അതിൽ കേരളത്തിൽ 2 പേര്, അതിലൊരാള് ഇതായി അത്ഭുതകരമായ. പിന്നെ ഉടനെ ജോലി. പ്രൈസ് ദി ലോർഡ്. ഇടത്തോടെ വലത്തോടെ ആണെങ്കിൽ കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. ആത്മീയവും
ഭൗതികമായ മേഖലകളിൽ ദൈവവചനം കേൾക്കുമ്പോൾ സ്വർഗത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കും. ഇപ്പം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. പല സ്ഥലങ്ങളിൽ നിന്ന്, പല സാഹചര്യങ്ങളിൽ നിന്ന് ഈ ദൈവവചന ശുശ്രൂഷയ്ക്കായി കർത്താവ് ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. കുറേ പേര് ക്ഷീണമുള്ളവർ, കുറേ പേര് പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ, വിശ്വസിക്കാൻ പറ്റാത്തവർ, ഇതിനെക്കുറിച്ചൊന്നും പരിജ്ഞാനം ഇല്ലാത്തവർ, ആദ്യമായി ഇങ്ങനത്തെ ശുശ്രൂഷയിൽ പങ്കുചേരുന്നവർ, അങ്ങനെ പല അവസ്ഥകളുള്ളവരെ കർത്താവ് ഈ മണിക്കൂർ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഈ സമയം എല്ലാവർക്കും ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനങ്ങളും ആഴത്തിൽ ഗ്രഹിക്കാൻ കർത്താവിൻ്റെ അത്ഭുത അഭിഷേകം നിറയണം. ഇരുകരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് പോലെ എല്ലാവരുടെ മേലും ഇപ്പോൾ ആത്മാവിന്റെ അത്ഭുതകരമായ അഭിഷേകത്തെ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, വിശ്വാസത്തോടെ അഭിഷേകം, ഹോളി സ്പിരിറ്റ്, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാർത്ഥിക്കുന്നു. അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഓ ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഇന്ന് ഈ സമൂഹത്തിന്റെ മേൽ ഇപ്പോൾ ശക്തിയോടെ വ്യാപരിക്കണമേ. എല്ലാ മുഖങ്ങളും, എല്ലാ കെട്ടുകളും, ചങ്ങലകളും ഭേദിച്ച് ദൈവ പൈതലിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വരാൻ ഇപ്പോൾ വ്യാപരിക്കണമേ. അഭിഷേകത്തിന്റെ ശക്തിയാൽ എല്ലാ മുഖവും തകർന്നു പോകും. പവർ, പവർ. അഭിഷേകത്തിന്റെ ശക്തിയാൽ എല്ലാ കെട്ടുകളും അഴിഞ്ഞു വീഴും. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിക്കുന്നു. അഭിഷേകത്തിന്റെ ശക്തിയാൽ എല്ലാ മുഖവും തകർന്നു പോകും. അഭിഷേകത്തിന്റെ ശക്തിയാൽ എല്ലാ കെട്ടുകളും അഴിഞ്ഞു വീഴും. അന്ധകാര ബന്ധനങ്ങൾ തകർന്നു പോകും. അഭിഷേകത്തിൻ ശക്തി വെളിപ്പെടുമ്പോൾ അന്ധകാര ബന്ധനങ്ങൾ തകർന്നു പോകും. അഭിഷേകത്തിൻ ശക്തി വെളിപ്പെടുമ്പോൾ അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പരിശുദ്ധാത്മാവേ, ഈ സമൂഹത്തിലേക്ക് നിറയണമേ. പരിശുദ്ധാത്മാവേ, ബാലികാ ബാലന്മാർ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, യുവതി യുവാക്കന്മാർ, കുടുംബനാഥന്മാർ, കുടുംബനാഥകൾ, രോഗികളായിരിക്കുന്നവർ, ശരീരത്തിൽ ക്ഷീണം അനുഭവിക്കുന്നവർ, വിശ്വാസത്തിൽ മന്ദിപ്പ് അനുഭവിക്കുന്നവർ, പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ, ദൈവത്തെ ആരാധിക്കാനുള്ള കൃപ നഷ്ടപ്പെട്ടവർ, എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവേ കത്തി പടരണമേ. കൊടുങ്കാറ്റടിക്കും പോലെ ആത്മപകർച്ചയിൽ ശക്തി പെരുകും. ശക്തി വ്യാപരിക്കട്ടെ. അഗ്നിജ്വാല പടരും പോലെ വ്യാപരിക്കട്ടെ. ഭാഷകളാൽ സ്തുതിക്കും. സകല ജനങ്ങൾ ഉണരട്ടെ. കൊടുങ്കാറ്റടിക്കും പോലെ കോട്ടകൾ തകരട്ടെ. ശക്തി പെരുകും. കുടുംബങ്ങൾ ഉണരട്ടെ. അഗ്നിജ്വാല പടരും പോലെ ജനങ്ങൾ ഉണരട്ടെ. ഭാഷകളാ സ്തുതിക്കും. അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങളും. പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുമ്പോൾ അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങളും. ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുമ്പോൾ അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകം, അഭിഷേകം തുറക്കണമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അത്ഭുത ശക്തി. അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. നിറയട്ടെ, അഭിഷേകം, നിറയട്ടെ. അഭിഷേകം,
സമൂഹങ്ങൾ അഭിഷേകം കൊണ്ട് നിറയട്ടെ, കുടുംബങ്ങൾ അഭിഷേകം കൊണ്ട് നിറയട്ടെ, ജനതകൾ അഭിഷേകം കൊണ്ട് നിറയട്ടെ, വംശങ്ങളും ഗോത്രങ്ങളും അഭിഷേകം കൊണ്ട് നിറയട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു, വലിയ ശക്തിയോടെ സ്തുതിക്കുന്നു. എല്ലാവരും സ്തുതിക്കട്ടെ. അനുഭവങ്ങളുള്ളവർ ഇല്ലാത്തവർ സ്തുതിക്കുന്നു, വിശ്വാസത്തോടെ സ്തുതിക്കുന്നു, സഭയോട് ചേർന്ന് ആരാധിക്കുന്നു. ആരാധന 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 ആരാധന. സ്വരം ഉയർത്തി ആരാധിക്കട്ടെ. പ്രിയ കുഞ്ഞുങ്ങളെ, കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക. ഓ ദൈവ പൈതലേ, നീ ഇപ്പോൾ കർത്താവിനെ ആരാധിക്കുക, പരിശുദ്ധാത്മാവിനെ ആരാധിക്കുക. ക്ഷീണങ്ങൾ മാറട്ടെ, അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, ദൈവകൃപയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. ഓ ദൈവമേ, അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പോലെ തന്നെ എല്ലാവരുടെ മേൽ ഇപ്പോൾ ആത്മാവിനെ വർഷിക്കണമേ. എൻ്റെ ദാസന്മാരുടെ മേലെ ദാസിമാരുടെ മേലെ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഈ വചനപ്രകാരം തന്നെ ഇപ്പോൾ ഈ ശുശ്രൂഷയെ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഈ ദാസന്മാരുടെ മേലെ ദാസിമാരുടെ മേലെ ആത്മാവ് നിറയട്ടെ. ക്ഷീണങ്ങളെല്ലാം മാറട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, കുഞ്ഞുങ്ങൾ ഉണർവ് പ്രാപിക്കട്ടെ, വെറുപ്പിൻ്റെയും വിരോധത്തിൻ്റെയും കെട്ടുകൾ അഴിയട്ടെ, സാത്താൻ്റെ ആധിപത്യങ്ങൾ തകരട്ടെ, കുടുംബങ്ങളെല്ലാം വിശുദ്ധിയാലും ദൈവഭക്തിയാലും നിറയട്ടെ. വചനത്തിൻ്റെ അത്ഭുത പ്രകാശവും വചനത്തിൻ്റെ അത്ഭുത വിടുതൽ ഇന്ന് ഈ കുടുംബങ്ങളിൽ അത്ഭുതകരമായി നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 18-ാം തിരുലിഖിതം, ആരും ആത്മവഞ്ചന ചെയ്യാതിരിക്കട്ടെ. ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനിയെന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് തന്നെ തന്നെ ഭോഷനാക്കട്ടെ. അനേകരെ സാത്താൻ നിത്യ നരകാഗ്നിയിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോകാൻ വളരെ കൗശലപൂർവ്വം ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് സ്വയം ജ്ഞാനി എന്ന് ഭാവിക്കുക. എന്താ സ്വയം ജ്ഞാനി എന്ന് ഭാവിക്കുന്ന ആളിൽ സാത്താൻ കൊളുത്തിയിട്ടിരിക്കുന്ന അപകടം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു അനുഭവം ഓർമ്മ വരികയാണ്. 1996 അച്ഛനൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി. 100-200 പേര് പങ്കെടുക്കുന്ന പ്രോഗ്രാമിൽ വൈദികനായി ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. അവിടെ കുമ്പസാരിക്കാൻ വേണ്ടി ഒരു ചേട്ടൻ വന്നപ്പോൾ ആ ചേട്ടൻ എന്നോട് പറയുകയാണ്, ആ ചേട്ടന് കുമ്പസാരിക്കാൻ താല്പര്യമില്ല, ക്രിസ്ത്യാനിയാണ്, കുമ്പസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ ചോദിച്ചു, ചേട്ടൻ കുമ്പസാരിക്കാത്തതിൻ്റെ കാരണം എന്താണ്? ആ ചേട്ടൻ പറയാണ്, എനിക്ക് പാപം ഒന്നും ഇല്ല, ഞാൻ നല്ല മിടുക്കനായി വിശുദ്ധനായി നല്ല വെടിപ്പായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കൈക്കൂലി വാങ്ങുന്നില്ല, ഞാൻ സ്വജനപക്ഷപാതം ചെയ്യുന്നില്ല, ഞാൻ അതിർത്തിക്കല്ല് മാറ്റിയിടാൻ പോകുന്നില്ല, ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ എന്നെക്കൊണ്ട് സാധിക്കുന്ന പോലെ വെടിപ്പായി ജീവിക്കുന്നുണ്ട്, എനിക്ക് പാപം ഇല്ല. പാപമുള്ള വേറെ പലരും ഉണ്ട്, തിരുസഭാധികാരികൾ, അല്ലെങ്കിൽ വൈദികർ, അല്ലെങ്കിൽ മേലധികാരികൾ, രാഷ്ട്രീയക്കാർ, ഉദ്യോഗസ്ഥന്മാർ, എല്ലാവർക്കും പാപം. എന്നാൽ ആ ചേട്ടൻ ആത്മാർത്ഥമായി ചിന്തിക്കുകയാണ്, എനിക്ക് പാപമില്ല, കാരണം ഞാൻ കൈക്കൂലി വാങ്ങുന്നില്ല, കാരണം ഞാൻ കള്ളത്തരം കാണിക്കുന്നില്ല, ഞാൻ സ്വജനപക്ഷപാതം ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ ഡ്യൂട്ടികൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. ഞാൻ ആ ചേട്ടനോട് എനിക്കറിയാവുന്നതിൻ്റെ പരമാവധി 2 മണിക്കൂർ സംസാരിച്ച് അവസാനം ചേട്ടന് യാതൊരു അനുതാപവും ഇല്ല, യാതൊരു പാപബോധവും ഇല്ല.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ ഒന്നുമില്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് വലിയച്ഛന്മാർ എന്നോട് പറഞ്ഞിരിക്കുന്ന അനുതാപം നഷ്ടപ്പെട്ട് സാത്താൻ നിത്യ നരകാഗ്നിക്ക് വേണ്ടി കെട്ടിയിരിക്കുന്ന ആത്മാക്കളെ, മൂർഖഭാവികളെ കാണുമ്പോൾ അവർ ഒരുപക്ഷെ രക്ഷയുടെ എല്ലാ വാതിലും അടഞ്ഞാലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് സമർപ്പിക്കാൻ എനിക്ക് വലിയച്ഛന്മാർ ചില നിർദ്ദേശം തന്നിട്ടുണ്ട്. ഞാൻ അത് പ്രകാരം ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്കറിയാവുന്നതിൻ്റെ എല്ലാ അറിവും ഞാൻ പറഞ്ഞു, എന്നാൽ ചേട്ടനൊന്നും അനുതാപം കിട്ടുന്നില്ല. ചേട്ടൻ ദയവ് ഇതൊരു കാര്യം ചെയ്യാമോ? എത്രയും ദയയുള്ള മാതാവേ എന്ന ജപം ഒരു 9 തവണ ചൊല്ലി അനുതാപത്തിന് കൃപ കിട്ടാൻ പരിശുദ്ധ മാതാവിനോട് മധ്യസ്ഥ അപേക്ഷിക്കാമോ? ആ ചേട്ടൻ അത് സമ്മതിച്ച്. അങ്ങനെ ആ രാത്രി ആ ചേട്ടന് കുമ്പസാരിക്കാതെ പോയി. എല്ലാവരും കുമ്പസാരിച്ച ദിവസം ആ ചേട്ടൻ അന്ന് കുമ്പസാരിക്കാതെ പോയി. അന്ന് രാത്രി ചേട്ടൻ പ്രാർത്ഥിച്ചു. ആ ചേട്ടൻ സിൻസിയറായ ചേട്ടനാണ്. ആ ചേട്ടൻ എന്നോട് പറഞ്ഞത് ഏതാണ്ട് 22 വർഷത്തിലധികമായി കുമ്പസാരിച്ചിട്ട്. അദ്ദേഹം ആ ദേശത്തെ അറിയപ്പെടുന്ന ഒരു യുക്തിവാദി സംഘത്തിൻ്റെ തലവനാണ്. അങ്ങനെ ആ ചേട്ടൻ പറയാണ്, എനിക്ക് പാപമില്ല, അന്ന് കുമ്പസാരിക്കാതെ പോയി. അന്ന് രാത്രി അച്ഛൻ പറഞ്ഞതുപോലെ ആ ചേട്ടൻ പരിശുദ്ധ അമ്മയോടുള്ള എത്രയും ദയുള്ള മാതാവേ എന്ന ജപം ചൊല്ലി പ്രാർത്ഥിച്ച് അങ്ങനെ ഉറങ്ങിപ്പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ അച്ഛൻ കണ്ടൊരു കാഴ്ച, വെളുപ്പിന് 6:30 വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ ഇതാ ഈ ചേട്ടൻ 5:30 മണിക്ക് തന്നെ എഴുന്നേറ്റ് റെഡിയായി നിൽക്കുകയാണ്. ആ ചേട്ടൻ പറഞ്ഞു, എനിക്ക് കുമ്പസാരിക്കണം. ഞാൻ കുമ്പസാരിപ്പിക്കാൻ വേണ്ടി കുമ്പസാരക്കൂട്ടിലിരുന്നു. ആ ചേട്ടൻ നിരവധി പേപ്പറുകൾ നിറയെ തൻ്റെ പാപങ്ങൾ എഴുതി 1/2 മണിക്കൂർ എടുത്തൊരു നീണ്ട കുമ്പസാരം, ആ സ്വതന്ത്രമായൊരു കുമ്പസാരം ചെയ്ത് പൊട്ടിക്കരഞ്ഞ ചേട്ടൻ കുമ്പസാരിക്കുകയാണ്. 22 വർഷം കുമ്പസാരിക്കാതിരുന്ന അതിൻ്റെ ഭാരവും അതിൻ്റെ നെടുവീർപ്പുകളും അതിൻ്റെ എല്ലാ ഗദ്ഗതങ്ങളും ഉള്ളിൽ നിന്ന് കർത്താവ് ഏറ്റെടുത്ത് ആ പൈതലിനെ അത്ഭുതകരമായി സുഖപ്പെടുത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് ആ ചേട്ടൻ എനിക്ക് ഒരു പുസ്തകം തന്നു. നല്ല കുമ്പസാരത്തിന് ജനങ്ങളെ ഒരുക്കേണ്ട വിധം ഉള്ളൊരു വലിയ പുസ്തകം ആ ചേട്ടൻ എൻ്റെ കയ്യിൽ പിന്നീട് തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന് തന്നു. എന്നിട്ട് ആ ചേട്ടനോട് പറഞ്ഞു, അച്ഛൻ എവിടെ പോയാലും ജനങ്ങളെ നല്ല കുമ്പസാരത്തിനോട് ഒരുക്കണം. കാരണം അതിൻ്റെ ഭാഗ്യം ലഭിച്ചവനാണ് ഞാൻ, ഇതിന് നന്മ അനുഭവിക്കുന്നവനാണ് ഞാൻ. ഇതെല്ലാ വിശ്വാസികളും ഇതിന് നന്മ അനുഭവിക്കണം എന്ന് പറഞ്ഞ് നല്ല കുമ്പസാരം ഒരുക്കാനുള്ള നല്ലൊരു പുസ്തകം കണ്ടുപിടിച്ച് എൻ്റെ കൊണ്ട് തന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ച് വിട്ടത് ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പിന്നീട് ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. 22 വർഷമായി സാത്താൻ ആ ആത്മാവിനെ ബന്ധിച്ചിട്ടിരിക്കുകയായിരുന്നു. എന്ത് കൗശലം ഉപയോഗിച്ചാണ് സാത്താൻ ബന്ധിച്ചത്? എനിക്ക് പാപമൊന്നും ഇല്ല എന്ന ഒരു ബോധ്യം കൊടുത്ത് സാത്താൻ ബന്ധിച്ചു. ഹല്ലേലൂയ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ കർത്താവിന് മുമ്പിൽ സ്വീകാര്യനാണ്, ദൈവം എന്നെ രക്ഷിക്കും, ദൈവത്തിന് എന്നെ അറിയാം, ഞാൻ ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യനാണ്. ഇങ്ങനെ സാത്താൻ അദ്ദേഹത്തെ കെട്ടിയിട്ടിരിക്കുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 30-ാം അധ്യായത്തിൽ 12-ാം തിരുലിഖിതം, നിർദോഷരെന്ന് ഭാവിക്കുകയും മാലിന്യം കഴുകിക്കളയാതിരിക്കുകയും ചെയ്യുന്നവരുണ്ട്. നിർദോഷരെന്ന് ഭാവിക്കുകയും മാലിന്യം കഴുകിക്കളയാതിരിക്കുകയും ചെയ്യുന്നവരുണ്ട്. അനേകരെ സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന ഒരു ബന്ധനമാണ്, അതൊരു കൗശലമാണ്. എനിക്ക് തെറ്റുകളൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന ചിന്ത. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 26-ാം തിരുലിഖിതം, പിശാച് തൻ്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി നിങ്ങളിൽ ചിലരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവർ സുബോധം വീണ്ടെടുത്ത് ആ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനം പഠിപ്പിക്കുകയാണ്, പിശാച് തൻ്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി ചിലരെ ബന്ധിച്ചിടും, ചിലരെ അടിമകളാക്കും. അങ്ങനെ അടിമകളാക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ചിന്താഗതികളിൽ വ്യത്യാസം വരും. അതിൽപ്പെട്ട ഒരു ചിന്താഗതിയാണ് നിർദോഷരെന്ന് ഭാവിച്ച് മാലിന്യങ്ങൾ കഴുകിക്കളയാതെ കുമ്പസാരയില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുക. ഇനി മറ്റൊരു ചിന്താഗതിയുണ്ട്. അത് സെഫാനിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അന്ന് ഞാൻ ജെറുസലേമിനെ വിളക്കുമായി വന്ന് പരിശോധിക്കും, കർത്താവ് നന്മയോ
തിന്മയോ ചെയ്യാൻ വരികയില്ല എന്ന് പറഞ്ഞ് വീഞ്ഞിന്റെ മട്ട് വരെ കുടിച്ച് ചീർക്കുന്നവരെ അന്ന് ഞാൻ ശിക്ഷിക്കും. ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. സാത്താൻ ഒരു ഉപദേശം തന്നിരിക്കുകയാണ്, കർത്താവ് നന്മയോ തിന്മയോ ചെയ്യാൻ വരികയില്ല. നമുക്ക് ഇവിടെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാം. ഈ പ്രപഞ്ചം മുഴുവനും ദൈവം സൃഷ്ടിച്ച് നമുക്ക് ആസ്വദിക്കാൻ തന്നിരിക്കുകയല്ലേ. ഈ ലഹരി ചാരായമല്ല ദൈവം സൃഷ്ടിച്ചതല്ലേ, അല്ലെങ്കിൽ ഈ കാണുന്ന പഴങ്ങളെല്ലാം ദൈവം സൃഷ്ടിച്ചതല്ലേ, ഈ സൃഷ്ടികളെല്ലാം ദൈവത്തിൻ്റെ അല്ലേ. നമുക്ക് ഇഷ്ടം പോലെ തിന്നാം, ഇഷ്ടം പോലെ കുടിക്കാം, ഇഷ്ടം പോലെ ആസ്വദിക്കാം, ഇഷ്ടം പോലെ പാപത്തിൽ രമിക്കാം. അങ്ങനെ അർമാദിച്ച് പാപത്തിൽ പൂണ്ട് ജീവിക്കുന്ന ജീവിതം കർത്താവ് നന്മയോ തിന്മയോ ചെയ്യാൻ വരികയില്ല എന്ന് പറഞ്ഞ് വീഞ്ഞിന്റെ മട്ട് വരെ കുടിച്ച് ചീർക്കുന്നവരെ അന്ന് ഞാൻ ശിക്ഷിക്കും. ദൈവത്തിന്റെ വചനം ഈ കാര്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തി ഇങ്ങനെയാണ്, ജെറുസലേമിനെ വിളക്കുമായി വന്ന് ഞാൻ പരിശോധിക്കും. കർത്താവ് നന്മയും തിന്മയും ചെയ്യാൻ വരിക തന്നെ ചെയ്യും. നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് നല്ല പ്രതിഫലം കൊടുക്കുന്നവനാണ് കർത്താവ്. തിന്മ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തിന്മയുടെ പ്രതിഫലം ഞാൻ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് കർത്താവ് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് വിശുദ്ധ ലിഖിതങ്ങളിലൂടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 119 സങ്കീർത്തനത്തിൽ 118 119 തിരുലിഖിതങ്ങൾ വചനം പഠിപ്പിക്കുകയാണ്, അങ്ങയുടെ നിയമത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവരെ അവിടുന്ന് നിരാകരിക്കുന്നു. അവരുടെ കൗശലം വ്യർത്ഥമാണ്. ഭൂമിയിലെ ദുഷ്ടരെ വിലകെട്ടവനായി അവിടുന്ന് പുറന്തള്ളുന്നു. അതുകൊണ്ട് അവിടുത്തെ കൽപ്പനകളെ സ്നേഹിക്കുവീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങൾ കർത്താവിന്റെ വചനം വിട്ട് നടന്നാൽ, കർത്താവുമായുള്ള ബന്ധം വിട്ട് നടന്നാൽ കർത്താവ് നിരാകരിക്കുന്നു എന്ന് തിരുലിഖിതം വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. സാത്താൻ ദൈവമക്കളെ കൗശലോട് ബന്ധിക്കുന്ന മറ്റൊരു ചിന്ത നിയമാവർത്തന പുസ്തകം 29 അധ്യായം 18 19 തിരുലിഖിതങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്, വരണ്ടതും കുതിർന്നതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് നടന്നാലും എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് തന്നെ തന്നെ ആശീർവദിക്കുന്നവൻ വിഷഫലം കായ്ക്കുന്ന കയ്പ് വൃക്ഷത്തിന്റെ വിഷവേരാണ് തിരുലിഖിതം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. എന്താണ് ആ ചിന്ത? സാത്താൻ കൊടുക്കുകയാണ്, വരണ്ടതും കുതിർന്നതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് നടന്നാലും ദൈവം തന്നിഷ്ട പ്രകൃതി, ആരെയും കൂസാക്കാത്ത പ്രകൃതി, ആരും എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞ എനിക്കറിയാമെന്ന ചിന്ത. പ്രിയപ്പെട്ട ദൈവവൈതലേ, നീ വിധേയപ്പെടണം. നീ ദൈവത്തിന്റെ ആത്മാവിന് വിധേയപ്പെടണം. നീ ദൈവത്തിന്റെ സഭയ്ക്ക് വിധേയപ്പെടണം. നീ ദൈവവചനത്തിന് വിധേയപ്പെടണം. നിന്നെക്കാൾ പ്രായമുള്ളവർക്ക് വിധേയപ്പെട്ട് നീ ദൈവത്തിന്റെ വഴികളിൽ കൂടെ നടക്കാൻ നിന്നെ തന്നെ എളിമപ്പെടുത്തണമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് ദൈവം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ജോബിന്റെ പുസ്തകത്തിൽ 24 അധ്യായത്തിൽ 19 തിരുലിഖിതം, വരൾച്ചയും ചൂടും ഹിമജലത്തെ എന്നതുപോലെ പാപിയെ പാതാളം തട്ടിക്കൊണ്ടുപോകുന്നു. ഈ ഭൂമിയിൽ ദൈവം തന്ന ഈ ജീവിതം, ദൈവം തന്ന ഈ ആത്മാവ്, ദൈവം തന്ന ഈ അസ്തിത്വം, ഈ അസ്തിത്വം നിത്യ നരകാഗ്നിയിൽ നിബന്ധിക്കാൻ വേണ്ടി വളരെ കൗശലപൂർവ്വം ഈ ജീവിതത്തെ തട്ടിക്കൊണ്ടുപോകാൻ ഭീകരന്മാർ വന്ന് ഓരോ രാജ്യത്തിന്റെ പൗരന്മാരെ തട്ടിക്കൊണ്ടുപോകുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ തട്ടിക്കൊണ്ട് നിത്യ നരകാഗ്നിയിലേക്ക് പോകാൻ സാത്താൻ വളരെ കൗശലപൂർവ്വം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. ജോബിന്റെ പുസ്തകത്തിൽ 24 അധ്യായം 19 തിരുലിഖിതം, വരൾച്ചയും ചൂടും ഹിമജലത്തെ എന്നതുപോലെ പാപിയെ പാതാളം തട്ടിക്കൊണ്ടുപോകുന്നു. ജോബിന്റെ പുസ്തകം 24 അധ്യായം 13 തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, പ്രകാശത്തിന്റെ വഴി പരിചയിക്കുകയോ അതിലെ സഞ്ചരിക്കുകയോ ചെയ്യാതെ അതിനെ എതിർക്കുന്ന ചിലരുണ്ട്. സാത്താന്റെ കൗശലപ്പെട്ട് കഴിയുമ്പോൾ ചില ദൈവമക്കൾ രൂപപ്പെടുന്ന ഒരു രീതിയാണത്. ആത്മീയ കാര്യങ്ങൾ എതിർക്കുക, ദൈവഭക്തി എതിർക്കുക, സഭയെ എതിർക്കുക, കൂദാശകളെ എതിർക്കുക, വിശ്വാസത്തെ എതിർക്കുക. പ്രിയ ദൈവപൈതലേ, നീ ഇതിൽ ഏത് സാത്താന്യ കൗശലത്തിലാണ് പെട്ടുകിടക്കുന്നത് എന്ന് ചിന്തിക്കുക. എഴുന്നേറ്റ് നിൽക്കുന്നു, എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കുകയാണ്. ഓ ദൈവമേ, ഇന്ന് ഈ സമയം അവിടുന്ന് പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ പ്രിയപ്പെട്ട മക്കളെ ഇവരായിരിക്കുന്ന ഓരോ തരത്തിലുള്ള സാത്താന്യ പീഡകളിൽ നിന്ന് വിടുവിക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഈ സമൂഹത്തിന് മേൽ അഭിഷേകം നിറയട്ടെ. ഈ കുടുംബങ്ങളുടെ മേൽ അഭിഷേകം നിറയട്ടെ. ഈ സമൂഹത്തിന് മേൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന.
പ്രൈസ് ദി ലോർഡ്. ആരും ആത്മവഞ്ചന ചെയ്യാതിരിക്കട്ടെ. 1 കൊരിന്തോസ് 3:18. Lord Jesus. ദിവ്യകാരുണ്യമേ നാഥാ, സ്നേഹപ്പൂമഴ തൂകുന്ന നാഥാ, ആത്മസ്വരൂപനേ നാഥാ, ആനന്ദമേകുന്ന നാഥാ, ആരാധന അങ്ങേക്കാരാധന, ദിവ്യകാരുണ്യമേ അങ്ങേക്കാരാധന. ഈ നിമിഷങ്ങളിൽ ഓരോരുത്തരും താന്താങ്ങളുടെ എല്ലാ വേദനകളും യേശുവിലേക്ക് സമർപ്പിച്ച് കരഞ്ഞ് നിലവിളിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ അരികിൽ രോഗികളോ വലിയ വ്യഥയിലോ വേദനയിലിരിക്കുന്നവരുണ്ടെങ്കിൽ കുടുംബാംഗങ്ങൾ ആ രോഗാവസ്ഥയുള്ളവരുടെ മേൽ കൈകൾ വെച്ച് യേശുവിൻ്റെ വലിയ സൗഖ്യം ഇപ്പോൾ വ്യാപരിക്കാൻ വേണ്ടി എളിമപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, കുടുംബങ്ങളെ അവിടുന്ന് ഇപ്പോൾ കടാക്ഷിക്കണമേ, രോഗികളെ സ്പർശിക്കണമേ, വേദനയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. കർത്താവെ, മനസ്സിടിഞ്ഞിരിക്കുന്നവര്, മനപ്രയാസത്തിൽപ്പെട്ട് ഉഴലുന്നവര്, മനോവിഷമങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്നവർ അങ്ങയുടെ അത്ഭുത സാന്നിധ്യത്താൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ദിവ്യകാരുണ്യമേ അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ദിവ്യകാരുണ്യമേ അങ്ങേക്കാരാധന. ഹല്ലേലൂയ, മറനാഥാ. Lord Jesus.